ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു മനോവികാരം എന്താ? മനസ്സിലുള്ള വികാരം പഴയ കോൺഗ്രസ്സുകാരൻ്റെ ആണോ പുതിയ ഇടതുപക്ഷത്തിൻ്റെയാണോ? അല്ല, ഇപ്പം ഞാനൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണുള്ളത്. അതും ഇടതുപക്ഷവും ഒരുമിച്ച് പോകുന്ന വികാരം നല്ലൊരു വികാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് വിടുന്ന സാഹചര്യം ഒരൊറ്റപ്പെടലും അതുപോലെ എല്ലാം വന്നപ്പോഴാണ് കോൺഗ്രസ് വിട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം കൂട്ടിപ്പിടിക്കുകയും 5 വർഷത്തിനുള്ളിൽ എനിക്ക് വലിയ അംഗീകാരം നൽകി. ആ സ്നേഹം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സംരക്ഷണവും സ്നേഹവും എല്ലാം. PK കൽപ്പറ്റയിൽ നേരിടുന്നത് സിദ്ദിഖിനെയാണ്. ദുരന്തബാധിതരായ മനുഷ്യർ അവർക്കൊപ്പം നിന്നുവെന്ന് സിദ്ദിഖ് പറയുകയും കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ മണ്ഡലത്തിൽ സിദ്ദിഖിനൊരു ജനകീയതയുണ്ട്. കഴിഞ്ഞ തവണ വരുന്ന സിദ്ദിഖല്ല ഇപ്പോൾ സിദ്ദിഖ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ. ആ ജനകീയനായ സിദ്ദിഖിനെ നേരിടാനുള്ള ആത്മവിശ്വാസം PKക്ക് എങ്ങനെ കിട്ടി? എത്ര വോട്ടിനാണ് നിങ്ങളൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ 5000 വോട്ടിനാണ് സിദ്ദിഖ് വിജയിച്ച് കയറിയത്. പക്ഷേ ഈ മണ്ഡലത്തിൽ 25000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് സിദ്ദിഖ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇവിടെ വിജയപ്രതീക്ഷ എന്ന് പറയുന്ന ഭൂരിപക്ഷം അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഒരു 5000 10,000 ഇടയിൽ ജയിക്കാൻ LDFന് ജയിക്കാൻ കഴിയും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. പിന്നെ ഇവിടെ ജനകീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിമല വില്ലേജ് 2 ദുരന്തങ്ങൾ നേരിട്ടു ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷത്തിനിടയിൽ. ഒന്ന് പുത്തുമല ദുരന്തമായിരുന്നു. ആ ദുരന്തം നടക്കുമ്പോൾ കേരളം മുഴുവൻ പ്രളയവും എല്ലാമായിട്ട് പ്രതിസന്ധിയായിരുന്നു. അന്ന് വയനാടിനായിട്ടൊരു പാക്കേജ് ഉണ്ടാക്കാനോ സഹായിക്കാനോ വലിയ കോർപ്പറേറ്റ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അന്നത്തെ MLA CK ശശീന്ദ്രൻ ആദ്യമായി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ജനകീയമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്തൊരു രീതിയുണ്ട്. അന്ന് സ്ഥലം വാങ്ങിക്കൊടുത്ത് ME ശ്രേംസ്കുമാറാണ്. അതിലാണ് വീടുണ്ടാക്കിയത്. നിരവധി മുസ്ലിം സംഘടനകളും എളമരം കരീമിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്രാവശ്യം വന്നപ്പോൾ ചൂരൽമലയിൽ മാത്രം നടന്ന ദുരന്തമായിരുന്നു. നിരവധി പേർ ഗവൺമെൻറ്റിന് ആ ഫണ്ട് ഉണ്ടാക്കാനുള്ള വഴിയുണ്ടായിരുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഗവൺമെൻറ് അതിനെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഉപയോഗിച്ചു. മാതൃകാപരമായ ടൗൺഷിപ്പ് ഉണ്ടാക്കി. അവിടുത്തെ തോട്ടം തൊഴിലാളികളായിരുന്നു ഭൂരിപക്ഷം ആളുകൾ. ഈ 2 ദുരന്തത്തിലും മരിച്ചവരെല്ലാം അധികവും തോട്ടം തൊഴിലാളികളാണ്. അവരെല്ലാം സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു.